ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിൽ ഇന്ത്യ അമേരിക്കയിലാണ് ഇപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. അതിൽ ഏകദേശം നമുക്ക് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് താരിഫുമായിട്ടുള്ള വിഷയം നമ്മൾ റിസോൾവ് ചെയ്യും. അത് ചെയ്യാനുള്ള കംപ്ലീറ്റ് മാർഗങ്ങൾ നമ്മൾ ബാക്ക് ഓഫീസിൽ പണിയെടുത്തിട്ടുണ്ട്. ട്രംപ് F-35 നമുക്ക് ഓഫർ ചെയ്തു. നമ്മൾ F-35 എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോയില്ല. കാരണം അതിൽ ഡിഫൻസിൽ അതും പ്രത്യേകിച്ച് ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ കൺട്രോളിൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡത്തോടു കൂടിയുള്ള ഒരു ഫൈറ്റർ ജെറ്റ്, എന്ത് സ്റ്റെൽത്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളുടെ കയ്യിൽ കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇന്ത്യ പല നിർണായക സാധനങ്ങളും അമേരിക്കയുടെ പക്കൽ നിന്ന് മേടിക്കാം എന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഇതൊന്നും കവർ ചെയ്യത്തില്ല. പ്രത്യേകിച്ചും ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലായിക്കോട്ടെ, ബോംബെ ഉൾപ്പെടെയുള്ള ചാനലുകളൊന്നും തന്നെ ഇതിനെ ഫോക്കസ് ചെയ്യത്തില്ല. എല്ലാവരും പറയാൻ പോകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് റിലേഷൻഷിപ്പ് ഭയങ്കര ശക്തമാകുകയാണ്, ഇന്ന വിധത്തിൽ ഇന്ത്യക്ക് ഇളവുകൾ നൽകി അമേരിക്ക ഇന്ത്യ ഒരു ശക്തമായ പാർട്ട്ണർഷിപ്പായിട്ട് ട്രംപിന്റെയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സൂചനയായിട്ട് ഈ ട്രേഡ് ഡീലിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. പക്ഷേ നേരെ മറിച്ച് അത് അങ്ങനെയല്ല. കാര്യം ഇങ്ങനെയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ ഇന്ത്യ നിർണായകമായിട്ടുള്ള ചില ഡിഫൻസ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന്. അത് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ട്രേഡ് ഡെഫിസിറ്റ് നമ്മൾ ടാലി ചെയ്യുന്നുണ്ട്. ആ ട്രേഡ് ഡെഫിസിറ്റ് ആ രീതിയിൽ ടാലി ചെയ്തുകൊണ്ട് നമ്മൾ ഈ താരിഫ് എന്ന് പറഞ്ഞ ഈ ഒരു വലിയ കുരുക്കിൽ നിന്നും നമ്മൾ വഴുതി മാറിയിരിക്കുകയാണ്. ഈ ട്രേഡ് ഡീൽ ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ അമേരിക്കയുടെ പക്കൽ നിന്ന് മേടിക്കുന്നുണ്ട്. വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ അവരവരുടെ പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ടായിരിക്കും വാർത്ത പറയാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ഇതിന്റെ ഒരു ശരിയായ സൈഡ് ഉണ്ട്. ആ സൈഡ് എന്താണെന്ന് വെച്ചാല്, ഇന്ത്യക്കുള്ളിൽ നമ്മൾ അമേരിക്കൻ പ്രോഡക്റ്റിനൊക്കെ ഒരുപാട് താരിഫൊക്കെ ഇളവുകൾ നൽകി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിലുള്ള കർഷകർക്കായിക്കോട്ടെ, അതേപോലെ തന്നെ ഇന്ത്യക്കുള്ളിലുള്ള നമ്മളുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചററിനെ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതിലുപരിയായിട്ട് നമ്മളുടെ ആത്മനിർഭർ ഭാരത്, അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾക്കെല്ലാം തന്നെ ഒരു തിരിച്ചടിയാണ്. ഗവൺമെന്റ് തന്നെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുകയും അതിലുപരിയായിട്ട് മേക്ക് ഇൻ ഇന്ത്യയെ തളർത്തുന്ന രീതിയിൽ ഫോറിൻ പോളിസിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുറത്തുള്ള, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ പ്രൊഡക്ട്സിനെ ഇന്ത്യക്കുള്ളിലുള്ള പ്രോഡക്റ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് കട്ട് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് നേട്ടമാണുള്ളത് ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടും ആത്മനിർഭർ ഭാരത് കൊണ്ടും? സെൽഫ് റിസലിയന്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇന്ത്യയുടേതായിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ഒരുപാട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് SMEs ഇന്ത്യക്കുള്ളിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പനികളെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുവെക്കും? അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഭീമമായ തുക നമ്മൾ ചെലവാക്കിയാലും കുഴപ്പമില്ല, നമ്മളുടെ പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ട് താരിഫിൽ നെഗോസിയേഷൻ വരുത്തണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു പർച്ചേസ് അമേരിക്കയുമായിട്ട് ഒരു ഡിഫൻസ് പർച്ചേസിലോട്ട് ഇന്ത്യ പോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും സ്പെസിഫിക് ആയിട്ടുള്ള ചില സാധനങ്ങൾക്ക്, അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ വരുന്ന സാധനങ്ങൾക്ക് ചില താരിഫ് നെഗോസിയേഷൻസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഇതിനു മുമ്പ് അമേരിക്ക പറഞ്ഞിരുന്നത് പോലെ എല്ലാ സാധനങ്ങൾക്കും ഒരു റെസിപ്രോക്കൽ എന്നുള്ള നിലയിലുള്ള ഒരു അപ്രോച്ച് ഇന്ത്യയുമായിട്ട് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇനി വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇത് പെന്റഗണിൽ നിന്ന് വരുന്ന അനൗൺസ്മെന്റ് ആണ്. പീറ്റർ ഹെഗ്സത്ത് ആണ് ഇത് റിവീൽ ചെയ്തത്. അതായത് ഇന്ത്യക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ എത്രയും വേഗം തന്നെ ഞാൻ എത്തിക്കും എന്നാണ് പെന്റഗണിൽ നിന്നും പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിരിക്കുന്നത്, ഡിഫൻസ് മിനിസ്റ്റർ, അതായത് ഡിഫൻസ് സെക്രട്ടറി, അങ്ങനെയാണ് US പറയുന്നത്. അപ്പം പുള്ളി പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് പറഞ്ഞാല് C-130J സൂപ്പർ ഹെർക്കുലസ് വിമാനം, C-17 ഗ്ലോബ് മാസ്റ്റർ 3 ആ വിമാനം. C-17 ഒക്കെ അറിയാലോ, അതൊക്കെ ഹെവി ആയിട്ട് കാർഗോ ഷിപ്മെന്റ് വരെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വിമാനമാണ്. അതിലാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് പോയ ഇല്ലീഗൽ എമിഗ്രൻസിനെ ഇന്ത്യയിലോട്ട് തിരികെ കൊണ്ടിറക്കിയത്. അമൃത്സർ എയർപോർട്ടിലാണ് കൊണ്ടിറക്കിയത്. ആ ഫ്ലൈറ്റിന്റെ ഇമേജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹെവി ആയിട്ടാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഹെവി ട്രാൻസ്പോർട്ടർ ആണത്. താഡ് സിസ്റ്റം ആയിക്കോട്ടെ, അതായത് ഈ ലോകത്ത് എവിടെയൊക്കെ അമേരിക്കൻ ബേസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു ആയുധങ്ങൾ കൊണ്ട് ഇറക്കുമതി കയറ്റുമതിയൊക്കെ ചെയ്യുന്നത് ഈ C-17 പിന്നെ P-81 മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ്, അതും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. CH-47F, CH എന്ന് പറഞ്ഞത് ഈ ചിനൂക്ക് ചോഫർ ഹെലികോപ്റ്റർ ആണ്. ചിനൂക്ക് ഹെലികോപ്റ്റർ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. MH-60R സീ ഹവാക്ക്, അതായത് ഇതും ഒരു ഹെലികോപ്റ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ്. AH-64E അപ്പാഷെ ഹെലികോപ്റ്റർ അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഹർപൂൺ മിസൈൽസ്
ഈ ഹർപൂൺ മിസൈൽസ് ഇതൊക്കെ ഈ ഹെലികോപ്റ്ററിൽ തന്നെ ആഡ് ചെയ്യുന്ന അതിന്റെയും കൂടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഹെലികോപ്റ്റേഴ്സിൽ തന്നെ ഘടിപ്പിക്കുന്ന ഈ മിസൈൽസ് ആണ് ഈ ഹർപൂൺ മിസൈൽസ്. M777 ഹോവിറ്റ്സേഴ്സ്, അതേപോലെ M777 ഹോവിറ്റ്സേഴ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ MQ-9B കാറ്റഗറി ഡ്രോൺ, ഇത്ര സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോൺസ് പണ്ടേ ഓർഡർ ചെയ്താണ്, അതിൽ കുറച്ച് പെൻഡിങ്സ് നമുക്ക് കിട്ടാനുണ്ട്. അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് ഡ്രോണും നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബില്യൺ കണക്കിൽ ഡോളർ വില വരുന്ന സാധനങ്ങളാണ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ട്രേഡിൽ നിങ്ങൾ മറ്റുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ ഇന്ത്യ അമേരിക്കയുമായിട്ട് ട്രേഡ് ഡീൽ വെക്കുന്ന ദിവസം ഇവിടെ ആഘോഷ പെരുമഴയായിരിക്കും വാർത്താ മാധ്യമങ്ങളിൽ. ഇന്ത്യക്കും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീലൊക്കെ ഓക്കെ ആയി, താരിഫ് നെഗോസിയേഷനൊക്കെ ഇന്ത്യക്ക് ഇളവ് നൽകിയിരിക്കുന്നു അമേരിക്ക എന്നുള്ള വാർത്തകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇളവ് എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി തന്നെ ഈ വാർത്ത എത്തിക്കുന്നത്. അതുപോലെ രാജ്നാഥ് സിംഗും പീറ്റർ ഹെഗ്സും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതായത് ഡിഫൻസ് കൊളാബറേഷൻ. ഡിഫൻസ് കൊളാബറേഷൻ ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ ആണ്, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കൊളാബറേഷൻ. ഈ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗും അതുമായിട്ട് ബന്ധപ്പെട്ട കൊളാബറേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കൊളാബറേഷൻ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും മാർക്കോ റൂബിയും തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറി, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ ബൈലേറ്ററൽ ടൈസ്, ബൈലേറ്ററൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ടോപ്പിക്കിൽ നീണ്ട ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ബൈലേറ്ററൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. ഈ ക്വാഡ് സബ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ അമേരിക്കയിൽ ഈ ഒരു പ്രിലിമിനറി മീറ്റിംഗിന് ഈ രാജ്യങ്ങളൊക്കെ ഒത്തുകൂടിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ നിന്നും റെപ്രസെന്റേറ്റീവ് അമേരിക്കയിൽ എത്തിയിട്ട് ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൈഡ് ലൈനിൽ കൂടെ ഇങ്ങനെ ഡീൽ ചെയ്യുന്നത്. അതൊരു കണക്കിന് നന്നായി. അപ്പൊ എന്തായാലും ഈ ക്വാഡ് സഖ്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ 4 രാജ്യങ്ങളും പരസ്പരം റെയർ എർത്ത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു കോഓപ്പറേഷൻ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ്, അതായത് ഓസ്ട്രേലിയയിലുള്ള സാധനങ്ങൾ എന്തായിക്കോട്ടെ അത് നമുക്ക് അവൈലബിലിറ്റി ഇന്ത്യയിൽ വേണമെങ്കിൽ നമുക്ക്, അതായത് ഓസ്ട്രേലിയയിൽ ചില സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും, ഇന്ത്യയിൽ മറ്റു പല സാധനങ്ങൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ജപ്പാനിൽ തികച്ചും വ്യത്യസ്തമായ വേറെ ചില മിനറൽസ് അവൈലബിൾ ആയിരിക്കാം, അമേരിക്കയിലും അതേപോലെ. അപ്പൊ ഇങ്ങനെ 4 രാജ്യങ്ങൾ തമ്മിൽ ഒരു കോഓപ്പറേഷൻ വേണം, 4 രാജ്യങ്ങൾ തമ്മിൽ സഹകരണം വേണം ഈ റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവര് ഈ ക്വാഡ് സഖ്യം എനിക്ക് തോന്നുന്നത് പൊതുവില് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇവർ ഒരുമിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ റെയർ എർത്ത് മിനറലിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കാരണം ആ രീതിയിൽ റെയർ എർത്ത് എലമെന്റ്സിന്റെ ഷോർട്ടേജ് ഉണ്ട് ഈ 4 രാജ്യങ്ങളിലും. ഈ റെയർ എർത്ത് എലമെന്റ്സ് എല്ലാ മണ്ണിലും ഉണ്ട്. പക്ഷെ അത് ആ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്ത് അത് ഫിൽട്ടർ ചെയ്ത് എടുക്കണം. അതിനാണ് ഇത്രയും വലിയ ബുദ്ധിമുട്ട്. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ചൈന ഫോർകാസ്റ്റ് ചെയ്ത് അതിനെ നടത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ന് അത് വളരെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നു. മറ്റുള്ള രാജ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്താത്തത് കൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്നത്. ഇൻഡോ റഷ്യ പാർട്ട്ണർഷിപ്പ്, അതും കൂടെ പറഞ്ഞു പോവാം. അമേരിക്കയുമായിട്ട് ഇത്തരം ഡിഫൻസ് സാധനങ്ങൾ വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ തന്നെ റഷ്യയുമായിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ടെസ്റ്റ് ഫയറിംഗ് ആണ് 3M22 കാറ്റഗറിയിൽ വരുന്ന സിർക്കോൺ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇതാണ് പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണം നടത്തിയത് റഷ്യയിൽ വെച്ചിട്ടാണ്. ഇതിന്റെ 50% സാധനങ്ങളും ഇന്ത്യയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ് 50%. ബാക്കി 50% റഷ്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ റഷ്യയും ഇന്ത്യയും കൂടെ ചേർന്ന് ഒരു ജോയിന്റ് ആയിട്ട് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട്. വൈറ്റ് സീയുടെ ഏരിയയിലാണ് പരീക്ഷിച്ചത്. ഗ്രോസ്കോവ് ഫ്രിഗേറ്റിലാണ് ഈ ഒരു പരീക്ഷണം നടന്നത്. അപ്പൊ എന്തായാലും പരീക്ഷണം വിജയകരമാണ്. ഫ്യൂച്ചറിൽ ഈ സാധനം ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറ് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യ അൺഒഫീഷ്യലി ഗ്രീസിന് ക്രൂയിസ് മിസൈൽ, ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അൺഒഫീഷ്യലി മീൻസ് ഇത് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീസിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി അതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽസ് വരേണ്ടതുണ്ട്. അങ്ങനെ പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഗ്രീസിന് നമ്മൾ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ നമ്മൾ കൊടുക്കും, അത് ഉറപ്പാണ്. ഇതൊക്കെ തുർക്കിക്ക് കൊടുക്കുന്ന മറുപടിയാണ്. ഇതൊക്കെ തുർക്കിയെ, പാകിസ്ഥാനെ ഓടി വന്ന് സഹായിച്ചപ്പോൾ അവർ ആലോചിക്കണമായിരുന്നു ഇന്ത്യ ഇതേപോലത്തെ പരിപാടികൾ ചെയ്യുമെന്നുള്ളത്. അത് നമ്മൾ ചെയ്യണം. ഗ്രീസിന് നമ്മൾ ആ പരിപാടി നമ്മൾ ചെയ്തിരിക്കും. പിന്നെ ഈ റഷ്യയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ റഷ്യക്ക് ഫണ്ട് സപ്ലൈ ചെയ്യുന്നത് ഫ്യൂവൽ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയും ഇന്ത്യയുമാണെന്നാണ് ലിൻസി ഗ്രഹാമിന്റെ കണ്ടെത്തൽ. ലിൻസി ഗ്രഹാം റിപ്പബ്ലിക്കൻ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്ന അമേരിക്കൻ സെനറ്ററാണ്. ലിൻസി ഗ്രഹാം പറഞ്ഞിരുന്നത് 500% താരിഫ് ഇന്ത്യക്കും ചൈനയ്ക്കും കൊടുക്കണം എന്നാണ്. നമ്മൾ താരിഫിനെ കുറിച്ചാണ് ഈ നേരം വെളുക്കുവോളം അമേരിക്കയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ആ കാര്യത്തിൽ ട്രംപിന്റെ ഓഫീസിൽ നിന്നല്ല, അമേരിക്കയുടെ എനർജി സെക്ടറിന്റെ തലപ്പത്തുള്ള സാവിയോ റോഡ്രിഗസ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപ് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്നും ഒരു പ്രഖ്യാപനം വരുമ്പോഴത്തേക്കും, അതും പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിനെതിരെ വരുമ്പോഴത്തേക്കും
വൈറ്റ് ഹൗസിന്റെ അറിവോടുകൂടി തന്നെയാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു ഒഫീഷ്യലി എടുക്കപ്പെട്ട ഒരു തീരുമാനമല്ല, ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്. അതായത് റഷ്യയുടെ പക്കൽ നിന്നും തുടരെ നിങ്ങൾ ഇങ്ങനെ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 500% താരിഫ് ഇടേണ്ടി വരും എന്നുള്ള സൂചനയാണ്. അതായത് സൂചന എന്ന് പറഞ്ഞാൽ ഇത് മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഒരു ഫോർമൽ ത്രെട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അതായത് നിങ്ങൾ എണ്ണ മേടിച്ചോ, പക്ഷേ അമിതമായിട്ട് മേടിക്കേണ്ട എന്നൊരു ആ രീതിയിലുള്ള ഒരു താക്കീത്. പക്ഷെ ഇത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം യൂറോപ്യൻസ് എണ്ണ മേടിക്കുന്നുണ്ട്, റഷ്യയുടെ തന്നെ മേടിക്കുന്നുണ്ട്. എങ്ങനെയാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90,000 ടണ്ണാണ് മൊറോക്കോ റഷ്യയുടെ കയ്യിൽ നിന്നും ഇതിനു മുമ്പ് എണ്ണ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 1,50,000 ടണ്ണായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ മൊറോക്കോ ഇതിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് എണ്ണ മേടിക്കുന്നുണ്ട്. അതായത് മൊറോക്കോയുടെ കയ്യിൽ നിന്നും യൂറോപ്യൻസ് എണ്ണ മേടിക്കുന്നുണ്ട്. അത് ഏത് എണ്ണ? റഷ്യയിൽ നിന്ന് പോകുന്ന എണ്ണയാണ് മേടിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വളഞ്ഞും തിരിഞ്ഞും എല്ലാം നോക്കിക്കഴിഞ്ഞാലും ഗ്ലോബലി ഒരു ചെയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സപ്ലൈ ചെയിനിൽ യൂറോപ്പ് എങ്ങനെ പോയാലും റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു സൈഡിൽ അവർ റഷ്യക്കെതിരെ യുദ്ധം നടത്തുന്ന സാഹചര്യത്തിലും എണ്ണ റഷ്യയുടെ തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളഞ്ഞും തിരിഞ്ഞും ഏത് രീതിയിലും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കൂട്ടിയും കിഴിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവസാനം ഒന്ന് എത്തി നിൽക്കുന്നത് യൂറോപ്യൻസിന്റെ തലയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് നോ ഡൗട്ട് അങ്ങനെ ഒരു സാങ്ഷൻ ഒന്നും വരാനുള്ള സാധ്യത ഈ അടുത്ത കാലത്ത് എങ്ങും നടക്കൂല. അപ്പൊ എന്തായാലും ഇന്ത്യക്കാർക്ക് സമാധാനിക്കാം. എന്തായാലും അമേരിക്കയുമായിട്ട് നമ്മൾ താരിഫൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ട്രേഡ് ഡീൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഒഫീഷ്യലി ഇന്ത്യൻ ഗവൺമെന്റ് അറിയിക്കും. ചിലപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടി വരും. പക്ഷേ ഇതിന് പിന്നാമ്പുറത്ത് നടക്കുന്ന വിഷയങ്ങളും ഡിസ്കഷൻസും ഇതിന്റെ ബാക്ക് ഓഫീസ് ഡീലിംഗ് ഒക്കെ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.